വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പത്മ പുരസ്കാരങ്ങൾ 2025 പഠിക്കാം. പത്മ പുരസ്കാരം 139 പേർക്കാണ് ലഭിച്ചത്. പത്മ പുരസ്കാരം 2025 139 പേർക്ക് ലഭിച്ചു. 7 പത്മവിഭൂഷണും 19 പത്മഭൂഷണും 113 പത്മശ്രീയാണ് 2025 പത്മ പുരസ്കാരം ലഭിച്ചത്. പത്മ പുരസ്കാരം 139 പേർക്ക് ലഭിച്ചു. 7 പത്മവിഭൂഷണും 19 പത്മഭൂഷണും 113 പത്മശ്രീ, അങ്ങനെ 139 പേർക്കാണ് പത്മ പുരസ്കാരം കൊടുത്തത്. പത്മവിഭൂഷൺ ലഭിച്ച ഒരു മലയാളിയാണ് MT വാസുദേവൻ നായർ. സാഹിത്യം മേഖലയ്ക്കാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത്. 7 പത്മവിഭൂഷൺ ലഭിച്ചവരിൽ ഒരു മലയാളിക്കാണ് കിട്ടിയത്. MT വാസുദേവൻ നായർ. സാഹിത്യം മരണാന്തര ബഹുമതിയായിട്ടാണ് MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. മേഖല സാഹിത്യം. മരണാന്തര ബഹുമതിയായി 3 പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. ഒന്നാമത്തെ MT വാസുദേവൻ നായർ, രണ്ടാമത്തേത് ഒസാമ സുസുക്കി, മൂന്നാമത്തേത് ശാരദ സിൻഹ. MT വാസുദേവൻ നായർ സാഹിത്യം, ഒസാമ സുസുക്കി വ്യവസായ മേഖല, അവയ്ക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ശാരദ സിൻഹ ഫോക്ക് മേഖലയ്ക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 3 പേർക്കാണ് മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ഒന്നാമത്തെ MT വാസുദേവൻ നായർ, 2 ഒസാമ സുസുക്കി, 3 ശാരദ സിൻഹ. പിന്നെ റിട്ടയർഡ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഗെഹർ. സുപ്രീം കോടതി ചീഫ് റിട്ടയർഡ് ജസ്റ്റിസായ ജഗദീഷ് സിംഗ് ഗെഹാറിന് പത്മവിഭൂഷൺ ലഭിച്ചു. ദുവൂർ നാഗേശ്വർ റെഡ്ഡി പത്മവിഭൂഷൺ ലഭിച്ചു. കുമുദിനി രജനികാന്ത് ലക്കിയ കഥക് നർത്തകിയാണ്. കഥക് നർത്തകി. ലക്ഷ്മിനാരായണ സുബ്രഹ്മണ്യം. കല മേഖല കല. ഒന്നും കൂടി നോക്കാം. 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അതിലൊരു മലയാളിയാണ് MT വാസുദേവൻ നായർ. മരണാന്തര ബഹുമതിയായിട്ടാണ് MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ സാഹിത്യ മേഖലയിൽ ലഭിച്ചു. മരണാന്തരമായിട്ട് ലഭിച്ചത് ഒസാമ സുസുക്കി വ്യവസായം, ശാരദ സിൻഹ ഫോക്ക് മേഖലയ്ക്കാണ് മരണാന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചത്. പിന്നെ റിട്ടയർഡ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഗെഹാർ, ദുവൂർ നാഗേശ്വർ റെഡ്ഡി, കുമുദിനി രജനികാന്ത് ലക്കിയ കഥക് നർത്തകി, ലക്ഷ്മിനാരായണ സുബ്രഹ്മണ്യം കല മേഖലയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പത്മ പുരസ്കാരങ്ങൾ 2025. ഇനി വരുന്ന പരീക്ഷകളിൽ ഈ ഭാഗത്തു നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്തത് പത്മഭൂഷൺ 2 മലയാളികൾക്കാണ് ലഭിച്ചത്. പത്മഭൂഷൺ 2 മലയാളികൾക്ക് ലഭിച്ചു. ആകെ 19 പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം കൊടുത്തത്. അതിൽ 2 മലയാളികളാണ്. PR ശ്രീജേഷ്, മുൻ ഹോക്കി താരം. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, ഹൃദയരോഗ വിദഗ്ധനാണ്. ഈ 2 മലയാളികൾക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. അടുത്തത് S അജിത് കുമാർ, ശോഭന ചന്ദ്രൻ, നന്ദമുരി, പങ്കജ് ഉദാസ് മരണാന്തരമായിട്ടാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ കാര്യം മാത്രമാണ് ഇവിടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. PR ശ്രീജേഷ്, ഡോക്ടർ S ജോസ് ചാക്കോ പെരിയപുരം, S അജിത് കുമാർ, ശോഭന ചന്ദ്രകുമാർ, നന്ദമുരി, പങ്കജ് ഉദാസ്. അദ്ദേഹം മരണാന്തരമായാണ് ലഭിച്ചത്. പ്രധാനപ്പെട്ടത് പഠിക്കുന്ന 2 മലയാളികളാണ് പത്മഭൂഷൺ. PR ശ്രീജേഷ്, മുൻ ഹോക്കി താരവും, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. ഇവർ മലയാളികളാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അടുത്തത് പത്മശ്രീ ലഭിച്ചത് 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു.
അതിൽ 2 മലയാളികളുണ്ട്. IN വിജയൻ മുൻ ഫുട്ബോൾ താരവും ഓമനക്കുട്ടി സംഗീതജ്ഞ. പത്മശ്രീ ലഭിച്ചവർ 2 മലയാളികൾ, IN വിജയൻ മുൻ ഫുട്ബോൾ താരവും ഓമനക്കുട്ടി സംഗീതജ്ഞ. ഇവർക്കാണ് മലയാളികൾക്കായി പത്മശ്രീ ലഭിച്ചത്. പിന്നെ അശ്വിൻ ക്രിക്കറ്റ് താരത്തിന് ലഭിച്ചു. പ്രധാനപ്പെട്ട ആൾക്കാരാണ് അർജിത് സിംഗ് ഗായകനാണ്. ലിബോ ലോബോ സർദേശി, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. പത്മശ്രീ ലഭിച്ചത് IN വിജയൻ ഫുട്ബോൾ താരം മലയാളി, ഓമനക്കുട്ടി മലയാളി സംഗീതജ്ഞ. ഇവർക്ക് 2 പേർക്കാണ് പത്മശ്രീ മലയാളികൾക്ക് ലഭിച്ചത്. അടുത്തത് അശ്വിൻ ക്രിക്കറ്റ് താരം, അർജിത് സിംഗ് ഗായകൻ, ലിബാലോബോ സർദേശി, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പത്മ പുരസ്കാരങ്ങൾ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.